ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്താഴത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ചായയും പിന്നെ മുട്ട റോസ്റ്റും പുട്ടുക്കാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കയറുന്നത് തന്നെ കിച്ചണിലോട്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ കൊണ്ടുവന്ന പാടെ തന്നെ ആദ്യം കുറേ വെള്ളം ഒഴിക്കും കേട്ടോ. ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു കളർക്കൊന്നും പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 5-6 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. കഴുകിതാ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രെയിനറിലോട്ടൊന്ന് വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് അടുത്താണ് കഞ്ഞിക്കും പിന്നെ ബാക്കി കുറച്ച് സ്നാക്സ് ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടാണ് അത്രയും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതാ ചിക്കൻ നഗ്ഗറ്റ്സ് ആണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ചിക്കൻ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലെ ജാറോ അല്ലെങ്കിൽ ഒരു ചോപ്പറോ എടുക്കാം. ഞാൻ അവിടെ ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3/4 കിലോളം ബോൺലെസ് പീസ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 പീസോളം ബ്രെഡ് എടുക്കുന്നുണ്ട്. ആ ഒരു സൈഡിലത്തെ ഒരു ബ്രൗൺ കളർക്കൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ 2-3 പീസായിട്ടൊന്ന് മുറിച്ചാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണേ. അതുപോലെ തന്നെ ഒരു 8-10 അല്ലിയോളം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പൊടിയാണ് കേട്ടോ. ഒരു ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൊടി ഇല്ലാതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ സോയ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 തൊട്ട് 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഒരു പേസ്റ്റ് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നല്ല രീതിയിലൊന്ന് പരത്തി എടുക്കാം. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഒന്ന് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കയ്യിലോട്ടൊക്കെ ഒന്ന് എടുക്കാൻ പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട്, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് കുറച്ച് ബ്രെഡൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിച്ചിട്ടുള്ള ഒരു സൈഡ് പോർഷനും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ ബ്രെഡ് ഞാൻ ഇവിടെ പൊടിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ വേറൊരു പാത്രത്തിലോട്ടെ കുറച്ച് മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ. അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു ചിക്കൻ പീസസ് ഇട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുറത്ത് നമുക്ക് ഈ ഒരു കോട്ടിങ് കൊടുക്കണമല്ലോ ഒരു ബ്രെഡ് ക്രംസിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിന് പകരമായിട്ട് മുട്ടയും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. രണ്ടായിരുന്നാലും ഓക്കെയാണേ. റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചിക്കൻ ഒരു റോളിൻ്റെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം ചിക്കനാണ് കേട്ടോ. ബോൺലെസ് പീസ് ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂണ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഒരു പാൻ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുന്ന സമയത്ത് ആ ഒരു മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ഒരു ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഒരുപോലെ ഫ്രൈ ആയി വരട്ടെ. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ഇതിലേക്കുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ഇതിലേക്ക് ചെറിയ 2 സവാളാണ് സ്ലൈസ് ആക്കിയത്. പിന്നെ ഒരു ക്യാരറ്റ് ഒന്ന് നീളത്തിൽ മുറിച്ചെടുത്തത്. പിന്നെ ഒരു 1/4 ഭാഗത്തോളം ക്യാബേജ് എടുത്തതാണ്. അതും ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്താണ് കേട്ടോ. അതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പച്ചമുളകും കൂടെ ചതച്ചതാണ് കേട്ടോ. നേരത്തെ നമ്മൾ ആ ഒരു ചിക്കൻ കറിക്ക് വേണ്ടി ചതച്ച് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചക്കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഒരു വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി വരണം, അത്ര മാത്രം മതിയേ. അപ്പോൾ ഒരു വെജിറ്റബിൾസ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസൊക്കെ ചേർത്തെടുക്കാം. 1 ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചില്ലി വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ഒരു 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സ്പൈസ് മിക്സാണ്. അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്തെടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും ഈ ഒരു റോളിന്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മസ്റ്റാർഡ് ചേർത്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റും ഫ്ലേവറും ഒന്നും കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ചിക്കൻ എന്താ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ആ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, സൂപ്പറാണ്. ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് കൊണ്ടിൽ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. എത്ര വലിപ്പം വേണമെന്നും നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് റെഡിയാക്കിയിട്ടെടുക്കാം. അതിൽ കുറച്ച് വലിപ്പമുള്ള നഗറ്റ്സാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുത്താലും മതി. അപ്പം അത് ചെറുതും വലുതില്ലാത്ത രീതിയിലൊന്ന് ഒരു ചെറിയൊരു ഭാഗത്തിലൊന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്കിനി ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിന് ഓരോ പീസസായിട്ട് എടുത്തിട്ട് ആദ്യം പ്ലെയിൻ ആയിട്ടുള്ളൊരു മൈദാ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു ലൈനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു ബ്രെഡ് ക്രംസ് നല്ല രീതിയിലൊന്ന് കോട്ടാക്കി എടുക്കണേ. ഈ ഒരു ബ്രെഡ് ക്രംസിന് പകരമായിട്ട് കോൺഫ്ലെക്സ് എടുത്താലും സൂപ്പറാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത സമയത്ത് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും കൂടെ ഒന്ന് ക്രിസ്പി ആയിരിക്കും. ഇതും ഓൾറെഡി ക്രിസ്പിയാണ്, എങ്കിലും കാണാൻ കുറച്ചും കൂടെ ലുക്കും ഒന്നും കൂടെ ക്രിസ്പിയും ടേസ്റ്റിയും എനിക്ക് അതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൽ കോൺഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ബ്രെഡ് ക്രംസ് എടുത്തത്. അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ള ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ബോക്സിലാക്കിയിട്ടൊന്ന് ഫ്രീസറിലോട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ സൂക്ഷിക്കണേ. അപ്പം ഇത് ഞാൻ എടുത്തിട്ട് ആദ്യം ഒരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ബട്ടർ ഷീറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ആ ഒരു നഗറ്റ്സ് ഒന്ന് അടിക്കുമെന്ന് വെച്ചിട്ട് 2-3 ലെയറായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഞാനതൊന്ന് അടച്ച് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഈ ഒരു അളവിനുണ്ടല്ലോ ഒരു 35-38 പീസോളം നഗറ്റ്സ് കിട്ടുന്നുണ്ടേ. പിന്നെ ഇതാ നമുക്ക് ആ ഒരു റോള് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ള ഷീറ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷമേ വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നേ. ഫ്രീസറിൽ ഇരിക്കായിരുന്നു. ഞാൻ ഡേറ്റ് കഴിഞ്ഞ് കാണും കളയാമെന്ന് വിചാരിച്ച് നോക്കിയത്. അപ്പോൾ ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഷീറ്റ് എടുത്തു കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഓക്കെ ആയിരുന്നു കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ഉണങ്ങിയും പോയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് കുതിർന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പാകത്തിനാണ് കേട്ടോ ഈ ഒരു റോൾ ആ ഒരു ഷീറ്റ് ഇരുന്നത്. പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഡേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു, കളഞ്ഞെങ്കിൽ. പിന്നെ ഞാൻ ഇത് അധികം ഒരെണ്ണം ഫുള്ളായിട്ട് ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് ഞാൻ ഇന്നൊരു 5 ഷീറ്റ് മാത്രമാണ് എടുത്തത്, ബാക്കി ഞാൻ കളയാൻ കേട്ടോ ചെയ്തത്. അപ്പം ഇത് ഐസായിട്ടുണ്ടല്ലോ, ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ ഐസായിട്ട് കുതിർന്ന് പോയിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റ് മൊത്തത്തിൽ. പിന്നെ ഞാൻ അതിൽ നിന്ന് നല്ലത് മാത്രം ഒരു 4-5 ഷീറ്റ് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി ഞാൻ കളയാനാട്ടോ ചെയ്തത്. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. റോൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങി ഇണക്കാണ് ഇരിപ്പുണ്ടായിരുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്, ഓക്കെ ആയിരുന്നു. ഒരു സൈഡ് കുതിർന്നു, ഒരു സൈഡ് നല്ല തിക്കായിട്ടാണ് ഇരുന്നത്. പിന്നെ ഒരു വിധത്തിൽ ഒരു 5 എണ്ണം ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ നമ്മൾ ഒരു നോമ്പ് കഞ്ഞിക്ക് വെട്ടിട്ടാണ് കേട്ടോ. ഒരു 1/2 കപ്പോളം അരി കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്തത്, പിന്നെ ഒരു 8-10ഓളം ചെറിയുള്ളി, 3 പച്ചമുളക്, തൊണ്ടൻ മുളകാണ് എടുക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ, ഇത്രയും കൂടെ ചേർത്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ചെറിയൊരു പീസ് പട്ടയും പിന്നെ ഒരു കഷ്ണം തക്കോലും കൂടെ ചേർത്ത് കൊടുക്കണേ, മറന്നു വരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 8 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു 1-2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് പിന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം ആ ഒരു കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ഈ 8 ഐറ്റംസ് അതിലുള്ള പട്ടയും ആ ഒരു തക്കോലൊക്കെ എടുത്ത് മാറ്റാം. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഇട്ടെന്നേ അറിയാൻ പാടില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയേക്കും. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുഴുവൻ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 5-6 ചെറിയുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കഞ്ഞിക്കുള്ള അരപ്പ് ഒരിക്കലും തരിതരിയായിട്ട് നമ്മൾ അരച്ചെടുക്കരുത്, കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചൊന്ന് എടുക്കാം. അപ്പോൾ അതാ ഒരു കഞ്ഞി ഞാൻ അതാ ഉടച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ.
ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. ഇതൊരു 5-6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഇത്രയും. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് തിളച്ച വെള്ളമുണ്ട്, ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഞ്ഞി തിളപ്പിക്കാനായിട്ട് പാടില്ല. കഞ്ഞി തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, മാറ്റി വയ്ക്കുക, അത്രയും മതിയേ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ചിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. കുറച്ച് കട്ടിയായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് നോക്കുന്നുണ്ട് വെള്ളം ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത്. നോമ്പ് തുറക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കേട്ടോ ഞാൻ ഒരു ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ കഞ്ഞി ഇതാ ഒന്ന് ചൂടാൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കഞ്ഞി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ ഒരു സ്റ്റൗവിലോട്ട് തന്നെ നമുക്ക് ഫ്രൈഡ് ഐറ്റംസ് തയ്യാറാക്കാനുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തു. അതിലേക്ക് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നഗറ്റ്സ് റെഡിയാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ആ ഒരു ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു നഗറ്റ്സ് കയ്യിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയാക്കണമെന്നില്ല. കാരണം നമ്മളിത് പച്ചയ്ക്കാണ് ചിക്കൻ അരച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഉള്ളൊന്നും കുക്കായി വരണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കാം. തീരെ അങ്ങ് ലോ ആക്കി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് ആക്കിയിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയേ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഈ ഒരു നിറമൊക്കെ ഒന്ന് വരണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ആ ഒരു എണ്ണയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. പച്ച ചിക്കനാണ് നമ്മൾ അരച്ച് ചേർത്തത്, അത് ഓർമ്മ വേണം. അതനുസരിച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ഈ ഒരു നഗറ്റ്സ് വെച്ചെടുക്കാം. എക്സ്ട്രാ ഓയിൽ വല്ലതും ഉണ്ടെങ്കിലേ ആ ഒരു പേപ്പർ അങ്ങോട്ട് വലിച്ചെടുത്തോളും. അപ്പോൾ ഞാൻ ഒരു ബാച്ച് നഗറ്റ്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. സെക്കൻഡ് ബാച്ച് നഗറ്റ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കുള്ള വീട്, കുഞ്ഞുങ്ങളൊക്കെ നോമ്പ് പിടിക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അവർ നോമ്പ് പിടിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയ താല്പര്യമില്ലായിരിക്കും, നമുക്കുള്ള ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. പക്ഷേ കുട്ടികൾ അവർ പ്രതീക്ഷിക്കും ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ പ്രതീക്ഷ നമ്മൾ എന്തിനാണ് തെറ്റിക്കുന്നത്? മക്കളെ കരുതിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മെയിനായിട്ട് തയ്യാറാക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ നഗറ്റ്സും ആ ഒരു റോളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റോള് സൂപ്പറായിരുന്നു കേട്ടോ. അതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് എന്നെ ചെയ്ത് നോക്കാൻ തന്നെ പറയുമേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്താൽ മതിയാകും. റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് റെഡിയാകും കേട്ടോ. ഒരു ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം, അത്രയല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നന്നായിട്ട് കുക്കാക്കിയിട്ടുള്ളതാണ്. റോളും ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ നാരങ്ങ ജ്യൂസ് ഒന്ന് തയ്യാറാക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാട്ടർ മെലൺ ജ്യൂസ് ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കണമായിരുന്നു. ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാൻ അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്നെല്ലാം ഒന്ന് ടേബിളിലോട്ടൊന്ന് എത്തിക്കണം. ടേബിളിലോട്ടെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി 2 മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അവർ ജ്യൂസൊക്കെ ഒന്ന് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ച് വെച്ച് എല്ലാം കൊണ്ടൊന്ന് ടേബിളിലോട്ടൊന്ന് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു, കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ തന്നെ. പിന്നെ ഇടയത്താഴത്തിന് വേണ്ടിയിട്ടേ അപ്പവും ചിക്കൻ കറിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പീസും വീഡിയോയും നമ്മുടെ ആദ്യത്തെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.